ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല, എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്യൂട്ടി. പറയും കല്യാണം കഴിച്ചു, പിള്ളേരായി, ഇനിയിപ്പം ഭർത്താവ്, മക്കൾ ഒക്കെ അതെല്ലാം വേണം. നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാറുണ്ടോ? ഇപ്പം രണ്ടുപേരും കേട്ടോ, ഞാൻ ഭാര്യയുടെ മാത്രം കാര്യമോ ഭർത്താവിൻ്റെ മാത്രം കാര്യമോ ഒന്നുമല്ല പറയുന്നത്. ഇവിടെ ജെൻഡർ ഡിവിയേഷൻ ഇല്ല. എപ്പോഴും നമുക്ക് നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാലും ഒരിക്കലും ആപത്തില്ല. അങ്ങനെ കുറ്റപ്പെടുത്താത്ത ആൾക്കാർ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വേണ്ടിയും പോകത്തില്ല. പൂർവമായ സിനിമയ്ക്ക് അത് ജനാർദ്ദനൻ്റെ ഡയലോഗ് ഒന്ന് കടമെടുക്കുകയാണ്. അതായത് അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് എന്നെ തന്നെ നോക്കണ്ടേ, എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ചില ആൾക്കാർ പറയും ഫുഡ് കഴിക്കരുതെന്നോ അല്ല കഴിക്കണമെന്നോ, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എന്തും കഴിക്കുക. ചില ആൾക്കാരുണ്ട്, ഭയങ്കര സ്ട്രെസ്സാന്ന് പറഞ്ഞ് ഫുഡ് കൂടുതൽ കഴിക്കും. ചില ആൾക്കാർ സ്ട്രെസ്സാന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാണ്ടിരിക്കുക. അങ്ങനെയല്ല, നമുക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക. ചിലത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട്, ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്യുക. അതായത് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ, ഷുഗർ, BP, ഇതെല്ലാം 30 വയസ്സിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അറ്റാക്ക് ഇതെല്ലാം വരാറുണ്ട്. ബിക്കോസ് നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ട് പണ്ടുള്ളവർക്കൊരു 60 വയസ്സ് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു 30 വയസ്സ് വരുന്നവർക്ക് വരുന്ന പറഞ്ഞാൽ നമ്മൾ വരുത്തി വെക്കുന്നതാണ് കുറേ അധികം കാര്യങ്ങൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഒരാൾ നമ്മളോട് നോക്കി പറയും, നിനക്ക് വണ്ണമേ ഇല്ലല്ലോ, അല്ല നിനക്ക് ഭയങ്കര വണ്ണമാണല്ലോ, നീ തടിയനാണല്ലോ, തടിച്ചിയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ നെഗറ്റീവിനെ പറയുന്നത് അത് കേട്ട് നമ്മൾ സ്ട്രെസ്സാവോ ഇമോഷണൽ ആവുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളപ്പോൾ തന്നെ നമ്മുടെ എന്താണോ നെഗറ്റീവ് മറ്റൊരാൾ പറയുന്നത് അത് നമ്മൾ സ്വയം ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഉള്ളത് കൊണ്ട് എനിക്ക് എന്താണ് പ്രശ്നം എന്ന് സ്വയം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് അത് നമുക്ക് അൺകംഫർട്ടബിളാണ്, തീർച്ചയായിട്ടും നമ്മളത് ആ ഡ്രസ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ചില സമയത്ത് നമുക്ക് ഡബിൾ മൈൻഡ് വരാറുണ്ട്. ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ മാത്രം നമ്മൾ വേറൊരാളോട് അഭിപ്രായം ചോദിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ സ്വയം ഒരു ഡ്രസ്സ് ഇട്ട് നമുക്കത് കംഫർട്ടബിളാണ്, വേറൊരാൾ പറയും ഇത് കൊള്ളത്തില്ലല്ലോ, ഈ കളർ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നത് ചേഞ്ച് ചെയ്യാതിരിക്കുക. കാര്യം നമ്മൾ നോക്കിയപ്പോൾ നമ്മളത് കംഫർട്ടബിളാണ്. നമുക്ക് വേറൊരാളുടെയും കൂടെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നത്. നമ്മൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പലപ്പോഴും നമുക്കൊരു ആത്മാർത്ഥ സുഹൃത്തോ അല്ല നമ്മുടെ ഹസ്ബൻഡോ അല്ല നമ്മുടെ വൈഫോ അല്ല നമ്മുടെ കുട്ടികളോ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാരെങ്കിലും നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ അറിയാവുന്നവരായിരിക്കും അത് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളത് ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയായിരിക്കാം. അപ്പം നമുക്കതൊന്നുകൂടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യണം എന്നുള്ളതല്ല. ഒരാളോട് സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമുക്ക് ചിരി വരുന്നു, അപ്പം നമുക്ക് ആ ഉള്ള എക്സ്പ്രസ് നമ്മളത് ഇപ്പോൾ കരച്ചിൽ വരുന്നു, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫീലിങ്സാണ് കേട്ടോ. ചില സമയത്ത് നമുക്കിത് കൺട്രോൾ ചെയ്യേണ്ട അവസരങ്ങളുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുക. സെൽഫ് മോട്ടിവേറ്റർ ആയിരിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകണം എപ്പോഴും ഒരു മോട്ടിവേഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും സെൽഫ് മോട്ടിവേറ്റർ ആകുക. നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മൾ സ്വയം നമ്മൾ തന്നെ ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം എന്ത് കാര്യത്തിനും. സെൽഫ് റെസ്പെക്റ്റ്, നമുക്ക് നമ്മളോട് എത്രത്തോളം ബഹുമാനം തോന്നുന്നു എന്നാൽ മാത്രമേ നമുക്ക് വേറൊരാളോടും അല്ലെ ആ വേറൊരാൾക്ക് നമ്മളോടും ബഹുമാനം തോന്നും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ്. നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയണം. നമുക്ക് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ശരിയാണ്, പല കാര്യങ്ങളും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ചില വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ചില സാഹചര്യങ്ങളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ സ്വയം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം നമ്മൾ ശ്രമിക്കുക. വി ക്യാൻ ട്രൈ ദ ലെവൽ ബെസ്റ്റ്. ഇതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും താങ്ക്ഫുൾനെസ്. അപ്പം നമ്മൾ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ നമുക്ക് തന്നാലും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളതായിരിക്കണം. അതേപോലെ മനുഷ്യരോടും നമുക്ക് നന്ദിയുള്ളത്. ആ ഒരു നന്ദി നമ്മൾ കടപ്പെട്ടിരിക്കണം. ആ ഒരു വാക്ക് നമ്മളെപ്പോഴും അത് പറയാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും നമ്മൾ ശ്രമിക്കണം. ബി ഹാപ്പി ഓൾവേസ്. അത് നമുക്ക് എപ്പോഴും പറ്റത്തില്ല, എങ്കിലും നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയും, നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് ആയിട്ടിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേറൊരാളെ കണ്ടു സ്മൈലിങ് ഫേസോടുകൂടി നമ്മൾ ഒരാളെ കാണുന്നതും ദേഷ്യഭാവത്തോടുകൂടി കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ
എപ്പോഴും ഒരു ഹാപ്പി ഫീലിങ്സ് നമ്മുടെ ഫേസിലാണെങ്കിലും അത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർഗോട്ട് ദ ഈവൻറ്റ്സ്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, അതായത് നമുക്ക് മറവി അതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, ബെറ്റർ അത് നമ്മൾ മറക്കുന്നത് തന്നെ ആയിരിക്കും. ചില വ്യക്തികളോട് നമുക്കൊരു വൈരാഗ്യം കാണും, ചില സാഹചര്യങ്ങളോട് ചില സന്ദർഭങ്ങളോട് നമ്മൾ ഓർക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകും. നമ്മൾ ബെറ്റർ അതിനെ മറക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ട്രൈ ടു ബി കൂൾ. അത് ആ സാഹചര്യത്തിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ ദേഷ്യപ്പെടും, നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കും. ആ സാഹചര്യത്തെ നേരിടാൻ ശ്രമിക്കുക. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.